Market Leader Framework. A further framework of genetic strategy have developed US consultant Michael Tracy and Fred Wiersma. മറ്റൊരു ഫ്രെയിംവർക്കാണ് മാർക്കറ്റ് ലീഡർ ഫ്രെയിംവർക്ക്. അതിൽ മൈക്കിൾ ട്രേസിയും അതുപോലെ തന്നെ ഫ്രെഡ് വിർസേമയും ചേർന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. US കൺസൾട്ടൻസ് ആണ്. അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മെയിൻ വർക്ക് ഓപ്പറേഷൻ എക്സലൻസ്, പ്രൊഡക്റ്റ് ലീഡർഷിപ്പ്, കസ്റ്റമർ ഇൻറ്റിമസി. അതായത് വാല്യൂ ഡിസിപ്ലിൻസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. അതായത് ചില കമ്പനികൾ അവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേഷണൽ എക്സലൻസ് ആണ്. ലേബിൾ പ്രൊഡക്റ്റ് ഓർ സർവീസ് കോമ്പറ്റീറ്റീവ് പ്രൈസിന് ഡെലിവേർഡ് വിത്ത് മിനിമം ഡിഫിക്കൽട്ടി ഓർ ഇൻകൺവീനിയൻസ്. ആ പ്രൊഡക്റ്റിന് മിനിമം ഡിഫിക്കൽട്ടിയാണ്, പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, നല്ല പ്രൊഡക്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് പ്രൊഡക്റ്റ് ലീഡർഷിപ്പ്. മീൻ പ്രൊവൈഡിങ് പ്രൊഡക്റ്റ് ദാറ്റ് കണ്ടിന്യൂലി റിഫൈൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ആർട്ട്. ദെൻ പ്രൊഡക്റ്റ് ലീഡർഷിപ്പിൽ അവർ ആ പ്രൊഡക്റ്റിൽ എപ്പോഴും അപ്ഡേഷൻ എത്തിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ മോഡലുകൾ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊഡക്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് കസ്റ്റമർ ഇൻറ്റിമസി. വി മീൻ സെല്ലിംഗ് ദ കസ്റ്റമർ ആസ് എ ടോട്ടൽ സൊല്യൂഷൻ, നോട്ട് ജസ്റ്റ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഇവർ കസ്റ്റമർ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് ടോട്ടലായിട്ടുള്ള അവരുടെ എന്തൊക്കെ ആവശ്യങ്ങളാണോ ആ പ്രൊഡക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് കസ്റ്റമർ ഇൻറ്റിമസി. 3 disciplines of genetic strategies should not assume to be mutually exclusive. Then will often the different strengths and weaknesses അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് കസ്റ്റമർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് കസ്റ്റമർ അട്രാക്ട് ആൻഡ് കീപ്പ് ദ കസ്റ്റമർ. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് ഫേം ക്യാൻ സക്സസ്ഫുള്ളി ഓൾ തിങ്സ് ടു ഓൾ പീപ്പിൾ. എല്ലാ കസ്റ്റമേഴ്സിനും കൂടി പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കസ്റ്റമറെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റ് ഇൻ ബോത്ത് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസ് ടു കൺസ്യൂമർ. മാർക്കറ്റ് സെഗ്മെൻറ്റ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് കസ്റ്റമർ സ്ട്രാറ്റജി. കസ്റ്റമർ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ്. വൺസ് കമ്പനീസ് അണ്ടർസ്റ്റാൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദെയർ സെഗ്മെൻറ്റ് ദാറ്റ് ക്യാൻ അഡോപ്റ്റ് മച്ച് മോർ ടാർഗറ്റഡ് അപ്രോച്ച് ടു ദെയർ കസ്റ്റമേഴ്സ്. അതായത് നമ്മുടെ സെഗ്മെൻറ്റിനുള്ള സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എക്സസൈസ് ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്പ്. ഡിഫൈൻ ദ റെലവൻറ്റ് മാർക്കറ്റ് ടു ബി അഡ്രസ്ഡ്. ഏത് മാർക്കറ്റിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? ഡിറ്റർമിനിങ് ക്രൈറ്റീരിയ ഓഫ് മാർക്കറ്റ്. എങ്ങനെയാണ് മാർക്കറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് സെഗ്മെൻറ്റിന്? കൺസിഡർ ഓൾട്ടർനേറ്റീവ് ബേസസ് ഫോർ സെഗ്മെൻറ്റേഷൻ. മറ്റുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബേസ് എന്തൊക്കെയാണ്? ചൂസിങ് സ്പെസിഫിക് സെഗ്മെൻറ്റ് ടു ഫോക്കസ് ഓൺ. ഒരു സ്പെസിഫിക് സെഗ്മെൻറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റ് വയബിലിറ്റി. അതിന് വയബിളായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? സൈസ് ഓഫ് ദ സെഗ്മെൻറ്റ്, സ്പെഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ബീങ് മെറ്റ് ബൈ ദ കമ്പനി, കോമ്പറ്റീറ്റർ എന്തൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കൊരു സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളും കാര്യങ്ങളും ഉള്ള മാർക്കറ്റിനെ നമ്മൾ ഹോമോജീനിയസ് ഒരേ സ്വഭാവമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എ സെഗ്മെൻറ്റ് മസ്റ്റ് ബി മെഷറബിൾ ഇൻ സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. സെഗ്മെൻറ്റ് മസ്റ്റ് ബി മീനിങ് ഫുൾ ആയിരിക്കണം. കേപ്പബിൾ ജനറേറ്റിംഗ് സഫിഷ്യൻറ്റ്. അവർക്ക് അനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ലോങ് റൺ പ്രോഫിറ്റ് ടു മെറിറ്റ് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് അറ്റൻഷൻ. ലോങ് റൺ പ്രോഫിറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സെഗ്മെൻറ്റ് മസ്റ്റ് ബി റീച്ചബിൾ വിത്തിൻ ദ ബഡ്ജറ്റഡ് കൺഫൈൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് റീച്ച് ചെയ്യാനായിട്ട് പറ്റണം. സെഗ്മെൻറ്റ് മസ്റ്റ് ബി ഡ്യൂറബിൾ ഓവർ ടൈം. ഇറ്റ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ബിറ്റ്വീൻ സെഗ്മെൻറ്റ്. അതായത് ഒരു ഡ്യൂറബിൾ ആയിരിക്കണം, കുറേ കാലത്തേക്ക് ആ സെഗ്മെൻറ്റ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബീസിൻ്റെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസ് ലോങ് ടേം എപ്പോഴും ഉണ്ടാകുന്ന ഓവർ ടൈം വരെ ഉണ്ടാകുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ അങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുക, അങ്ങനെ ലോങ് റണ്ണിലായിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.